ദേശീയപാത 544-ൽ ചിറങ്ങരയിലുണ്ടായ ഗുരുതര വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. നിർത്തിയിട്ടിരുന്ന ലോറിയിലേക്ക് ഇലക്ട്രിക് കാർ ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. പാലക്കാട് സ്വദേശിയായ വിജീഷാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന മറ്റൊരാൾ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. ദേശീയപാത നിർമ്മാണ മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും സംഭവത്തിന് പിന്നാലെ ചോദ്യങ്ങൾ ഉയരുകയാണ്. ദേശീയപാത 544-ൽ ചിറങ്ങരയിൽ പുലർച്ചെയുണ്ടായ അപകടം ഒരു യുവാവിന്റെ ജീവനെടുത്തു. പാലക്കാട് ലക്കിടി പേരൂർ പൂതേരി വീട്ടിൽ 39 വയസ്സുള്ള വിജീഷാണ് മരിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടം. അങ്കമാലി ഭാഗത്തു നിന്ന് ചാലക്കുടിയിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന ഇലക്ട്രിക് കാർ ചിറങ്ങരയിൽ പുതിയതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അടിപ്പാതയുടെ മുകളിലേക്കുള്ള കവാടത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന ലോറിയിൽ ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. കാറിലുണ്ടായിരുന്ന മലപ്പുറം സ്വദേശി അബ്ദുൾ പ്രസാദ് ഗുരുതരമായി പരിക്കേറ്റ് കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇയാളെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലായതിനാൽ നിലവിൽ വാഹനഗതാഗതം സർവീസ് റോഡിലൂടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ചില സമയങ്ങളിൽ വാഹനങ്ങൾ അടിപ്പാതയ്ക്ക് മുകളിലൂടെയും കടത്തിവിടുന്നുണ്ട്. മേൽപ്പാതയിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുന്നതിനായി പ്ലാസ്റ്റിക് വീപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പ്രദേശത്തെ പരിചയമില്ലാത്ത ദീർഘദൂര യാത്രികർക്ക് ഇത് വ്യക്തമായി ശ്രദ്ധയിൽപ്പെടാറില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗങ്ങളിൽ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും മുന്നറിയിപ്പ് ബോർഡുകളും പര്യാപ്തമല്ലെന്ന പരാതി നേരത്തെയും ഉയർന്നിരുന്നു. പ്രദേശത്തെ വെളിച്ചക്കുറവും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകമാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ദേശീയപാത അതോറിറ്റിയും നിർമ്മാണ കമ്പനിയും കൂടുതൽ സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. അപകടത്തെ തുടർന്ന് കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിക്കുകയും കൂടുതൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. മീഡിയ ടൈം, ചാലക്കുടി.